Hi, welcome to Lash Class. BA സെക്കൻഡ് സെമിസ്റ്റർ AEC ഫോർ ലിറ്ററേച്ചേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ഇതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് 50 മാർക്കിൻ്റെ പേപ്പറാണ്. അതിൽ 3 സെക്ഷനിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റത്തെ സെക്ഷനിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് പുറമേയുള്ള ഒരു പാസേജ് വന്നിട്ട് ആ പാസേജിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പാരഗ്രാഫ് വന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ ഇവിടെ നമുക്ക് ഒരു പാസേജ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് പോയമായിരിക്കാം അല്ലെങ്കിൽ പാസേജ് ആയിരിക്കാം. ഇവിടെ നമുക്ക് ഡിസ്നിയുടെ പ്രിൻസസ് സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു പാസേജാണ്, 4 പാരഗ്രാഫ് വരുന്നൊരു പാസേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 16 മാർക്കിൻ്റെ സീലിംഗ് ആണ് വരുന്നത്. 10 ചോദ്യങ്ങളുണ്ട്. 2 മാർക്ക് വീതമാണ് ഒരു ക്വസ്റ്റ്യന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 8 ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 16 മാർക്കാവും. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചില ക്വസ്റ്റ്യൻ്റെ മുകളിൽ നമുക്ക് ഒരു 1/2 മാർക്ക് 1 മാർക്കൊക്കെ മിസ്സാവുകയാണെങ്കിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 16 മാർക്ക് ഇതിന്ന് ഈ പാസേജ് ക്വസ്റ്റ്യൻസ് നമുക്ക് മേടിക്കാവുന്നതാണ്. അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 24 മാർക്കാണ് നമുക്ക് സീലിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ മുകളിൽ നമുക്ക് ഒരു 1/2 മാർക്ക് 1 മാർക്കൊക്കെ മിസ്സാവുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീലിംഗിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം വരുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചാൽ മതിയാവും. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, അനലൈസ് സത്യാർത്ഥീസ് കൺസെപ്റ്റ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻ എറാഡിക്കേറ്റിംഗ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ കൈലേഷ് സത്യാർത്ഥിയുടെ ലെറ്റസ് മാർച്ച് എന്ന് പറയുന്ന സ്പീച്ചിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ കളക്റ്റീവായിട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ഓരോ കമ്പനികൾക്കും അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷൻസിനും NGOസിനും എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ ഒരു ചൈൽഡ് ലേബർ ഇല്ലാതാക്കുന്നതിന്. അപ്പോൾ ഓരോ കമ്പനികളും അവരുടെ കമ്പനികളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് അത് തടയുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന രീതിയിൽ നമുക്ക് പൊതുവിൽ പറയാവുന്നത് പോലെ തന്നെ സമൂഹത്തിലെ എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗവൺമെൻറ്റിനുണ്ട്, പ്രൈവറ്റ് കമ്പനികൾക്കുണ്ട്, ഒരു ഇൻഡിവിജ്വൽസിനുണ്ട്, ക്ലബ്ബുകൾക്ക്, സൊസൈറ്റികൾക്ക് എല്ലാം ഉണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഇനി ഹൗ ഡസ് മീന കന്ദസ്വാമി അഡ്രസ് സോഷ്യൽ ഇൻജസ്റ്റിസ് പർട്ടിക്കുലർലി റിഗാർഡിംഗ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ് അഗൈൻസ്റ്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ ജിപ്സി ഗോഡസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ്, പ്രത്യേകിച്ചും ഒരു കാസ്റ്റ് വയലൻസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ ഈ തൊഴിലാളി സമരം നടത്തിയതിൻ്റെ പേരിൽ ജന്മിമാരായിട്ടുള്ള ആളുകൾ ഈ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകളെ അവിടെ ഗ്രാമം ആക്രമിക്കുകയും അവിടെ തീയിടുകയും ചെയ്ത സംഭവത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ള സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടെ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്താൻ നേരം വൈകിയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഈ 2 ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി എക്സാമിൻ ആഷേഴ്സ് ഒപ്പീനിയൻ ഓൺ ഗ്രാമർ ആൻഡ് ഗ്രേറ്റ് ലിറ്ററേച്ചർ. ഗ്രാമറും ഗ്രേറ്റ് ലിറ്ററേച്ചറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ആഷർ ട്രാൻസ്ലേറ്റർ ആണ്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ ഒരു ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ബഷീറിൻ്റെയൊക്കെ ലിറ്ററേച്ചറിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഡിസ്കഷൻ വരുന്നത്. കാരണം ബഷീറിൻ്റെ ലാംഗ്വേജ് യൂസ് നമുക്കറിയാം, ഒരു അച്ചടി ഭാഷയിലൊന്നും എഴുതുന്ന ഒരാളല്ല. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒപ്പീനിയൻ തന്നെയാണ് ആഷർ പറയുന്നത്. അതായത് ഗ്രേറ്റ് ലിറ്ററേച്ചറിന് നമുക്ക് ഗ്രാമർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ലിറ്ററേച്ചറിന് സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കേണ്ടത് മനുഷ്യരെ കുറിച്ചിട്ടും മനുഷ്യരുടെ ഫീലിങ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഒരു റൈറ്റർക്ക് അറിയേണ്ടത്. അല്ലാതെ ഗ്രാമർ ഒരുപാട് അറിഞ്ഞിട്ടൊന്നും നമുക്ക് വലിയ റൈറ്റർ ആവാൻ പറ്റില്ല എന്നുള്ള ബഷീറിൻ്റെ റൈറ്റിങ്ങിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഒപ്പീനിയൻ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അനലൈസ് ദ തീം ഓഫ് ഹോപ്പ് ആൻഡ് റിന്യൂവൽ ഇൻ എർത്ത് സോങ്. എർത്ത് സോങ് മൈക്കിൾ ജാക്സന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സോങ് ആണ്. അതിൽ ഈ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലോകത്തിൻ്റെ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അതിനുള്ള
ഈ ഒരു ഹോപ്പ് റിന്യൂവൽ എന്നീ കൺസെപ്റ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ അതിനകത്ത് സോങ്ങിൻ്റെ തുടക്കത്തിൽ നമുക്ക് അറിയാം നമ്മുടെ ലോകത്തുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട്, യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ പോവർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ സോങ്ങിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇത് നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന രീതിയിലാണ് സോങ് അവസാനിക്കുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി എക്സാമിൻ ഹൗ ഡസ് ബി ട്രാവൺ അൺറാവൽ ദ വൈൽഡ് ഡിസൈൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ഫ്രം എ പ്രൊലറ്റേറിയൻ പെർസ്പെക്റ്റീവ്. അസംബ്ലി ലൈൻ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു ഡിസൈൻ, വൈൽഡ് ഡിസൈൻ, അതായത് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആ ഒരു സംവിധാനത്തെ എങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ ഒരു തൊഴിലാളിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോറിയിൽ കാണുന്നത് ഇങ്ങനെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്തേക്ക് അമേരിക്കയിൽ നിന്ന് ഒരാൾ വരികയും അതിനെന്താണ് വില എന്ന് ചോദിക്കുകയും അത് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ വില കുറയോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം എന്ത് സംഭവിക്കുന്നു, ഇയാൾ ഒരുപാട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവിലേക്ക് ഇത്രയും വാങ്ങുകയാണെങ്കിൽ എത്ര വില കുറച്ച് കിട്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വില കൂടുകയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിലെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ജോലി എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ജോലി മാത്രമല്ല നമ്മളിവിടെ കൊടുക്കുന്നത്, നമ്മളിവിടെ നമ്മുടെ സമയം കൂടിയാണ് കൊടുക്കുന്നത്. മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ള നമ്മുടെ സമയം കൂടി നമ്മളിവിടെ ചെലവാക്കുന്നുണ്ട്. ഇവിടെ ഇയാൾ പറയുന്നത് ഇയാൾ കൃഷിയൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും അധികം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജോലി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് കോമ്പൻസേഷൻ ആയിട്ടുള്ള ഒരു പണം അത് അയാൾക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കണം. പിന്നെ അയാളുടെ മറ്റ് കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ വേറൊന്ന് പറയുന്നത് ഇപ്പം അയാളൊരു ഹോബി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ ആൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് പൈസ അധികം കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു വർക്ക് എന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു എൻജോയ്മെന്റ് നമുക്ക് അതിന് ലഭിക്കില്ല. അപ്പോൾ അതിന് അയാളുടെ ലൈഫിൽ നിന്നുള്ള ഒരു എന്റർടൈൻമെന്റ് എടുത്ത് മാറ്റപ്പെടുകയാണ്. അയാളുടെ ലൈഫിൽ ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ കാര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് എന്റർടൈൻമെന്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ഒരു കോമ്പൻസേഷൻ കൂടി അയാൾക്ക് വേണം എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് മാത്രമല്ല അയാളുടെ സമയം കൂടിയാണ് അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ പേരിൽ അയാൾക്ക് ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടോ അതിനെല്ലാം ഉള്ള ഒരു കോമ്പൻസേഷൻ വേണമെന്ന രീതിയിലാണ് അയാൾ റിപ്ലൈ കൊടുക്കുന്നത്. സോ ആ രീതിയിലാണ് നമ്മൾ ആ സ്റ്റോറിയിൽ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനകത്തുള്ള ചൂഷണത്തെ കുറിച്ചിട്ട് ഒരു തൊഴിലാളിയുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 10 മാർക്കിൻ്റെ 2 എസ്സേസ് ആണുള്ളത്. ഒരെണ്ണം നമുക്ക് ആൻസർ ചെയ്താൽ മതിയാവും. ഇവിടെയും നമുക്ക് ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. സോ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഫസ്റ്റത്തെ സെക്ഷനിൽ വരുന്ന ആ ഒരു പാസേജ് ഒഴികെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രത്യേകിച്ച് പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മജീദ് ആൻഡ് സുഹറ ആൻഡ് ദ റോൾ ഓഫ് ദ ക്ലാസ് റൂം ഇൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലെങ്കിൽ ബാല്യകാല സഖിയിൽ നിന്ന് മജീദും സൂറയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിനകത്ത് ക്ലാസ് റൂമിനുള്ള റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മജീദും സൂറയും തമ്മിൽ വളരെ ഒരു അടുത്ത ബന്ധമാണുള്ളത്, ഫ്രണ്ട്ഷിപ്പാണുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിൽ ക്ലാസ് റൂമിന് അവരുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. കാരണം രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണെന്നുള്ള കാര്യവും അതുകൂടാതെ തന്നെ മജീദിന് കണക്ക് കൂട്ടാൻ അറിയാത്ത കാരണം കൊണ്ട് അയാളെ എല്ലാവരും പരിഹസിക്കുകയും അടി കിട്ടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ സുഹറ ഇവനെ സഹായിക്കുകയും ഈ കണക്കിൻ്റെ ഉത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു അടുപ്പം വർദ്ധിക്കുന്നതിന് ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി റൈറ്റ് സ്ക്രിപ്റ്റ് ഫോർ എ ഷോർട്ട് ഫിലിം എഗെയിൻസ്റ്റ് സൈബർ ബുള്ളിയിങ് ആൻഡ് ഹൗ ദ വിക്ടിം സർവൈവ്സ് ദ സിറ്റുവേഷൻ. ഒരു സ്ക്രിപ്റ്റ് ഷോർട്ട് ഫിലിമിന് വേണ്ടി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേർഡ്സ് ഹർട്ട് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സൈബർ ബുള്ളിയിങ് നമുക്കറിയാം, ഈ ഓൺലൈനായിട്ട് നടക്കുന്ന ഹരാസ്മെന്റ്, അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ സർവൈവ് ചെയ്യുന്ന ഒരാളുടെ ഒരു സ്റ്റോറി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ അതിൽ നിന്നുള്ള എലമെന്റ്സ് തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അത് കോപ്പി അടിക്കാതെ അതിൻ്റെ എലമെന്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് വേറെ തയ്യാറാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഒന്ന് നമുക്ക് ആ ഒരു സ്റ്റോറി അനലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്.
സോ ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിനെ കുറിച്ച് പറയാനുള്ളത്. ഫസ്റ്റത്തെ ഒരു സെക്ഷനിൽ നമുക്ക് ഒരു പാസേജിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ് എ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് തന്നെ ആ ക്വസ്റ്റ്യൻസ് നോക്കി നമ്മൾ പഠിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.